അപ്പോൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ളൊരു ആൻസർ യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നുണ്ട്. അല്ല, ഇത്രയും വർഷങ്ങളായിട്ട് നമ്മുടെ ഫോൺ നമ്പർ മാറ്റാതെ കമ്പനിയുടെ പേര് മാറ്റാതെ നിങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതുകൊണ്ടൊക്കെയാണ് ഉസ്ബെക്കിസ്ഥാൻ വളരെ അട്രാക്റ്റീവ് ആയിട്ട് പ്ലേസ് ആയിട്ട് കുട്ടികൾ ചൂസ് ചെയ്യുന്നത്. കാരണം ഒന്ന്, ആൾ പറഞ്ഞ പോലെ അഫോർഡബിൾ ആണ്, കോസ്റ്റ് ഓഫ് ലിവിങ് നല്ലതാണ്, ജനങ്ങൾ വളരെ നല്ലതാണ്, സേഫാണ്, സെക്യൂർ ആണ്. അക്കാഡമിക്സിലേക്ക് നോക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള പ്രാക്ടിക്കൽസ് കിട്ടുന്നുണ്ട് അവർക്ക്. അതേപോലെ തന്നെ ഫസ്റ്റ് ഇയർ ഓൺവേർഡ്സിന് ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ തന്നെ ഒരുപാട് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ജൂനിയേഴ്സ് ആയിട്ട് പഠിച്ച കുട്ടികളൊക്കെ ഒരുപാടുണ്ട്. അവരിപ്പോൾ റീസെൻ്റ്ലി ചോദിക്കുന്നുണ്ട് ഇവിടെ പഠിച്ച MBBS വാലിഡ് ആണ്, ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ളൊരു ആൻസർ യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോ ബുഹാറങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും TMK വന്നിട്ടുണ്ട്. പക്ഷെ ആ രേഖകളുടെ ഒരു ആധികാരികത അതും ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. നിങ്ങളിപ്പോ ഒരു PDF എടുത്തു കൊണ്ടുവരാണോ? അതായത് യൂണിവേഴ്സിറ്റികൾ വെറുതെ അടിച്ചു കൊടുക്കുന്ന ഒരു രേഖയാണ്. അതിനകത്ത് ഉസ്ബെക്കിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു യൂണിവേഴ്സിറ്റിന്റെ രേഖ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഡിപ്ലോമ നമുക്ക് വളരെ ഈസി ആയിട്ട് പരിശോധിക്കാൻ പറ്റും. ഇപ്പം ആ യൂണിവേഴ്സിറ്റിന്റെ റെക്ടർ സൈൻ ചെയ്ത രേഖകൾ ഇപ്പോൾ ബുഹാറ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്, മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത്തരത്തിൽ നിങ്ങളുടെ ഡിഗ്രി വാലിഡ് ആണ്, ഉസ്ബെക്കിസ്ഥാൻ ഗവൺമെന്റിന്റെ റൂൾ പ്രകാരം നിങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, 5 വർഷത്തെ കോഴ്സും 1 വർഷത്തെ ഇന്റേൺഷിപ്പ് ആണെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ട് അവിടുത്തെ വൈസ് റെക്ടർ സൈൻ ചെയ്ത രേഖയാണ് വന്നിട്ടുള്ളത്. ഈ വിഷയങ്ങൾക്ക് വരുന്നതിന് മുമ്പേ കുട്ടികൾ ഒരു സംശയം ചോദിച്ച സമയത്ത് 2023 ആ രേഖ വന്നിട്ടുണ്ട്. ഇപ്പോൾ റീസെന്റ് നമുക്ക് താഷ്കന്റ് മെഡിക്കൽ അക്കാഡമി അത്തരത്തിലൊരു ഈ ഒരു സംഭവം കുട്ടികൾ ഉന്നയിച്ച സമയത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം അന്തിജാൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ഇതുപോലെ തന്നെ ഒരു രേഖ വന്നിട്ടുണ്ട്. ഈ രേഖയ്ക്ക് കീഴെ ഒരു QR കോഡ് കാണാം. മനസ്സിലായി? ആ QR കോഡ് നമ്മൾ ഏത് ഫോണിൽ നിന്നും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് ഒരു വെബ്സൈറ്റിലേക്ക് പോകും. അത് ijro.government.uzbekistan എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ്. ijro.government.uzbekistan. ഉസ്ബെക്കിസ്ഥാനിന്റെ ഒരു സെൻട്രലൈസ്ഡ് ഒരു ഇലക്ട്രോണിക് ഒരു സിസ്റ്റമാണ്. അതെ, അത് ഗവൺമെന്റിന്റെ ഉസ്ബെക്കിസ്ഥാൻ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഒരു ഡോക്യുമെന്റേഷൻ സെൻട്രലൈസ് ചെയ്യുന്ന സിസ്റ്റമാണ്. അതിനകത്ത് ഇതേ ലെറ്റർ കാണാം. അതിനകത്താണ് പ്രസിഡന്റിന്റെ ഡിഗ്രിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉസ്ബെക്കിസ്ഥാന്റെ പുതിയ നിയമങ്ങളെല്ലാം വരുന്ന ഒരു സെൻട്രലൈസ് സിസ്റ്റം. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു വൈസ് റെക്ടർ അയാൾക്ക് തോന്നിയ പോലെ ഉത്തരവാദിത്തമില്ലാത്ത ഒരു രേഖയല്ല. ഇത് ഉസ്ബെക്കിസ്ഥാന്റെ സെൻട്രൽ മിനിസ്ട്രിയുടെ അറിവോടുകൂടി സെൻട്രൽ മിനിസ്ട്രിന്റെ ഡോക്യുമെന്റ് ആണ് തന്നെ. വളരെ തീർച്ചയായും അത് ആർക്കും ചെക്ക് ചെയ്യാം. ലൈസൻസ് എക്സാമിനേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ലൈസൻസിന്റെ എക്സാമിനേഷൻ ഇല്ല, ലൈസൻസ് കുട്ടികളെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ടെറിട്ടറി ഡോക്ടറായിട്ട് ഇന്റേൺഷിപ്പിനെ പറ്റി പറയുന്നുണ്ട്. ലൈസൻസിംഗ് എക്സാം ഇല്ലാന്ന് പറയാൻ പറ്റില്ല, കാരണം ഫൈനൽ ഇയർ എക്സാം ലൈസൻസ്ഡ് എക്സാം ഇൻ ദി സെൻസ് നമ്മൾ പറഞ്ഞ പോലെ നെക്സ്റ്റ് പോലെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലൈസൻസ്ഡ് എക്സാം എന്ന് പറഞ്ഞ ഭഗീരഥ പ്രശ്നം ഇല്ലാന്ന് നമ്മൾ ഉദ്ദേശിച്ചു. അങ്ങനെയാണെങ്കിൽ അപ്പൊ അതാണ്. സ്വാഭാവികമായിട്ടും ഇത് ഈ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവുന്നത് ആളുകൾ വീഡിയോ ഒക്കെ ചെയ്യുന്നതിന്റെ പർപ്പസ് കൃത്യമാണ്. ആളുകളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞിട്ട് ഒരു രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഒരു ബോധവൽക്കരണം, പിന്നെ പല ആളുകൾക്കും പല ഉദ്ദേശങ്ങൾ, ഓരോ മനുഷ്യന്റെ പ്രവൃത്തികൾ ഉദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ പറയാം. ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെങ്കിലോ കുട്ടികളെ പ്രോപ്പറായിട്ട് വിദേശത്തേക്ക് പഠിക്കാൻ അയക്കാനും അതിനുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താണ്. നമുക്കത് ഒരു വ്യക്തി ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന രേഖയുടെ ആധികാരികത പരിശോധിക്കാൻ ആ വ്യക്തി ഒരുപാട് 4000-ഓളം കുട്ടികളെ പാനിക്കാക്കുന്ന രൂപത്തിൽ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയ രേഖ അതിന്റെ സോഴ്സ് നമ്മൾ നോക്കണം. എനിക്ക് കിട്ടിയ രേഖ അതിന്റെ സോഴ്സ്, അതിന്റെ എന്താണ് ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേഷൻ. ഇപ്പൊ ഉദാഹരണമായിട്ട് 2023 പ്രൈം മിനിസ്റ്റർക്ക് ഈ വിഷയം രേഖപ്പെടുത്തിക്കൊണ്ട് ഇമെയിൽ അയച്ചിട്ടുണ്ട്. ആ കേസ് ക്ലോസ് ചെയ്തതാണ് പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന്. ഇതിനകത്ത് നിജസ്ഥിതി ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്നാണല്ലോ പ്രൈം മിനിസ്റ്റർ. അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യൻ എംബസിയെ വിശ്വസിക്കാൻ പറ്റുന്ന പ്രൈം മിനിസ്റ്റർക്ക് കൊടുത്ത ആ ഒരു രേഖ അവിടെ നിന്ന് റിപ്ലൈ നമുക്ക് ആ ഒരു മെയിലില് വ്യക്തമല്ല. അതിനകത്ത് കേസ് ക്ലോസ്ഡ് എന്ന് കൃത്യമായിട്ട് ആ കേസ് ക്ലോസ് എന്ന് പറഞ്ഞാൽ 14 അതായത് എംബസിയുമായി അവർ സംസാരിച്ചുകൊണ്ട് 14/11/2023 ആ കേസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് പ്രൈം മിനിസ്റ്റർക്ക് മെയിൽ അയച്ചിട്ടുള്ളത് മെയ് 10-ാം തീയതിയാണ്. 16 തീയതി 10-ാം മാസം അത് 2023 ആ മെയിൽ ക്ലോസ് ആ കേസ് ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് അവർക്ക് അറിയിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വളരെ കാര്യം കൂടെയാണ്. എനിക്ക് ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നത് ഹൈദരാബാദിൽ നിന്നാണ്.
ഹൈദരാബാദിൽ AK ഒരു ഗാസ്ട്രോളജി ഹോസ്പിറ്റൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള. എൻ്റെ ഗ്രാജുവേഷന് എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നത്, ഞാൻ മൊബൈൽ ഉസ്ബെക്കിസ്ഥാനാണല്ലോ ചെയ്തത്, ഉസ്ബെക്കിസ്ഥാൻ അംബാസിഡറാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ബുഹാറയിൽ ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ ഇയർ മൊബിലിറ്റി കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉസ്ബെക്കിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം, അതെ, ഈ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാൻ ഒരുപാട് കാലം മുമ്പുള്ളതാണ്, വളരെ സ്ട്രോങ് ആണ് ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാൻ. ഇപ്പം ഇന്ത്യൻ മിലിറ്ററി ഉസ്ബെക്കിസ്ഥാൻ മിലിറ്ററിക്ക് ഒരുപാട് ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ബോർഡേഴ്സിലൊക്കെ ഇന്ത്യൻ മിലിറ്ററിൻ്റെ ട്രെയിനിങ് ഒക്കെ ഉസ്ബെക്കിസ്ഥാൻ മിലിറ്ററിക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യയുമായി വളരെ ഊഷ്മളമായ ബന്ധമുള്ള ഒരു രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ. ഇനി വളരെ രസകരമായ വസ്തുത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI അത് ഫോം ചെയ്ത് താഷ്കന്റ് എന്നാണ്. അതായത് ഒരു നമ്മുടെ ഒരു പാർക്ക് ഈ കോഴ്സോടെ കുട്ടികൾ പാവം പഠിച്ചിട്ട് വഴിയാതലാവുന്നതാണ് മനസ്സിലായി. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് എന്തുകൊണ്ട് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു വന്നത് ഡിപ്ലോമാറ്റിക്കലി ഇത്രയും ബന്ധമുള്ള ഒരു രാജ്യം ഒരു കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞത്. അതേപോലെ തന്നെ എംബസി, വേറൊരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്തോട്ടെ. അപ്പോൾ നമ്മുടെ എംബസി ഒഫീഷ്യലി കാര്യങ്ങളൊക്കെ പറഞ്ഞു, അപ്പോൾ എംബസിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് കുറേ പേര് പറയുന്നുണ്ട്. അതിൽ എത്രത്തോളം ആധികാരികത ഉണ്ട് എന്നുള്ളത് എംബസിനെ വിശ്വസിക്കാതെ നമുക്ക് വിദേശത്ത് പോയി പഠിക്കാൻ കഴിയില്ല. ഇപ്പൊ എംബസിനെ വിശ്വസിക്കാത്ത ഒരാൾക്ക് ആ രാജ്യത്തിന്, കുട്ടികൾ പഠിക്കാൻ പോകുന്ന രാജ്യത്തിന് വിശ്വസിക്കണ്ടേ? ആ രാജ്യത്തിന് വിശ്വസിക്കാൻ പറ്റും. കാരണം ആ രാജ്യത്തിന്റെ ഒഫീഷ്യൽ രേഖകളിൽ അതാത് യൂണിവേഴ്സിറ്റികൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഓർഡേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ബുഹാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ അന്ദിജാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആണെങ്കിലൊക്കെ ആ ഒരു രേഖ, ആ ഒരു സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അവിടുത്തെ ഗവൺമെന്റ് പുറപ്പെടുവിപ്പിക്കുന്ന ഓർഡർ ആയിട്ട് തന്നെ അതിൽ നിന്ന് വരിക. തീർച്ചയായും ഒഫീഷ്യൽ രേഖകള് അവിടെ ഉള്ള സിറ്റിസൺസിനും ഫോറിൻ സിറ്റിസൺസിനും കൈമാറുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാല്. അപ്പൊ അവിടെ മിനിസ്ട്രിയും അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇന്ത്യൻ എംബസി ഈ ഒരു വളരെ ചെറിയ കോമൺ സെൻസ് ആണ് ഇത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2021 പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ഇന്ത്യൻ അധികൃതര് ഉസ്ബെക്കിസ്ഥാൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഒരു കൃത്യമായ രൂപമാണ് 2022 ഈ നോട്ടിഫിക്കേഷൻ. അതാണ് വെബ്സൈറ്റ് കൂടെ, അത് ഇപ്പോഴും ഉണ്ട്. അത് ഇപ്പോഴും മെയിൽ അയച്ചാൽ 4 ദിവസം മുമ്പ് മെയിൽ അയച്ചപ്പോഴും പറഞ്ഞത് ആ നോട്ടിഫിക്കേഷൻ വായിച്ചോളൂ. ആ നോട്ടിഫിക്കേഷൻ ഒരു ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിങ്ങൾ NMCയുടെ പുതിയ ഗൈഡ് ലൈൻസിലെ അതിൽ കൺഫ്യൂഷൻ ഉണ്ട്. ആ NMCയുടെ ഗൈഡ് ലൈൻസ് വെച്ചിട്ട് നമുക്ക് പോകാൻ ഒരു രാജ്യത്തേക്ക് ഇപ്പോൾ പറ്റില്ല. നിങ്ങൾ എംബസിനും കൂടെ വിശ്വാസത്തിൽ എടുക്കുന്നുണ്ടെങ്കിലാണ് വിദേശത്തെ MBBS നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു കോഴ്സ് പഠിക്കേണ്ടി വരും. എംബസിനെ വിശ്വസിക്കാതെ നമുക്ക്, കാരണം എന്താ പറഞ്ഞാൽ NMCയുടെ ഗൈഡ് ലൈൻസ് എങ്ങനെ നോക്കുമ്പോഴും കൺഫ്യൂഷനാണ്. അതെല്ലാവരും പറയുന്നത് കൃത്യം തന്നെയാണ്. അതിനെ നമുക്ക് കുറച്ചുകൂടി വിശ്വസിക്കാൻ പറ്റുന്നത് എംബസിയുടെ അഡ്വൈസറി കൂടെ വായിക്കുമ്പോഴാണ്. ഈ അഡ്വൈസറി ഇല്ലെങ്കിൽ ഏത് രാജ്യത്തേക്കാണ് നമുക്ക് വിശ്വസിച്ച് പോകാൻ പറ്റുക? അപ്പൊ അതിന് ക്ലാരിറ്റി വരണം എന്നുള്ളത് കൃത്യം തന്നെയാണ്, സംശയമൊന്നുമില്ല. മനസ്സിലായോ? നമുക്ക് നിലവിൽ തന്നിട്ടുള്ള ക്ലാരിറ്റി എംബസിയാണ്. അതിലൊരു ചെറിയൊരു സംശയമുള്ളത്, ഇപ്പോൾ റസാഖ് സാർ എന്നോട് ഒരു 2 ദിവസം മുന്നേ ഒരു കാര്യം പറയണ്ടായി. ചൈനയിലേക്ക് ഏതൊരു കുട്ടി അഡ്മിഷൻ എടുത്തു, നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അയച്ചു കൊടുത്തു, പേയ്മെന്റ് ചെയ്തു യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ യൂണിവേഴ്സിറ്റി തിരിച്ചെന്നോ മെയിൽ വന്നെന്നൊക്കെ, ആ ഒരു കാര്യം ഒന്ന് വ്യക്തമാക്കാൻ പറ്റുമോ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ NMCയുടെ ഗൈഡ് ലൈൻസ് വന്നതിന്റെ പശ്ചാത്തലത്തിൽ ചൈന, നിങ്ങൾക്കറിയാലോ, ഞാനുമായി ബന്ധപ്പെട്ട കുട്ടികൾക്കൊക്കെ ഞാൻ ചൈനയുടെ വലിയൊരു ഫാനാണ്. ചൈനയിലേക്ക് കുട്ടികളെ അയക്കുക, ഒരുപാട് കുട്ടികൾ പോയിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ കുട്ടികളെ അയച്ചിട്ടുള്ളത്, ഞാൻ ഇപ്പോഴും ഞാൻ വിസിറ്റ് ചെയ്ത രാജ്യങ്ങളിലും യൂണിവേഴ്സിറ്റിയിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം യൂണിവേഴ്സിറ്റി ചൈനയുടെ, ഒരു സംശയമില്ല. എൻ്റെ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള ചൈന. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ നമുക്ക് ചൈനയിൽ അയക്കാതിരിക്കാൻ കുറച്ച് കാരണങ്ങളുണ്ട്. ഒന്ന്, അവിടുത്തെ പല യൂണിവേഴ്സിറ്റി, ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റ് നോക്കിയാൽ അറിയാം, HSK4 കമ്പൽസറി ആയിട്ടുണ്ട്. നേരത്തെ HSK4 ഉണ്ടായിരുന്നു, പക്ഷെ അത് ഓപ്ഷണലായിരുന്നു പല യൂണിവേഴ്സിറ്റികളിലും. നമ്മൾ HSK4 ഇല്ലാത്ത യൂണിവേഴ്സിറ്റികളിലൊക്കെ കുട്ടികളെ അയക്കുന്നുണ്ട്. പക്ഷേ ലൈസൻസി എക്സാമിനേഷൻ, ഇപ്പോൾ ഈ NMCയുടെ ഗൈഡ് ലൈൻസിൽ വന്നിട്ടുള്ള ലൈസൻസി എക്സാമിനേഷൻ ചൈനീസ് ലാംഗ്വേജിലാണ്. അത് ടഫാണ്. HSK പോലെയല്ല ഈ ലൈസൻസി എക്സാമിനേഷൻ. അത് മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഞാനൊക്കെ എൻ്റെ പ്രാർത്ഥനയിലും കൂടിയാണ്. മെഡിക്കൽ ടെർമിനോളജി കംപ്ലീറ്റ് ചൈനീസ് ലാംഗ്വേജ്. പിന്നെ ഈ ചൈനീസ് ഭാഷയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പൂച്ച എന്ന് പറയുന്നത് അത് 2 അക്ഷരങ്ങളാണ്. പൂച്ച എന്നുള്ളത് 2 അക്ഷരങ്ങളാണ്. ചൈനീസ് ലാംഗ്വേജ് പൂച്ച എന്നുള്ളത് 1 അക്ഷരമാണ്. അപ്പോൾ ഓരോ സാധനവും ഓരോ അക്ഷരമാണ്.
അത് അപേക്ഷിക്കാണ് ഒരു കുട്ടികൾക്ക് ഭാഷ പഠനം ആ ഒരു ബുദ്ധിമുട്ട് ചൈനീസ് ലാംഗ്വേജിനുണ്ട്. പക്ഷേ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യമാണ്. ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ എന്റെ പരിമിതമായതിൽ ഞാൻ പോയിട്ടുണ്ട് 10-15 വർഷത്തിനിടയിൽ. അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ ഏറ്റവും ആദ്യം വിസിറ്റ് ചെയ്ത രാജ്യവും 2013 ഒക്കെ തോന്നുന്നുണ്ട് പോയിട്ട് 11-12 സമയത്ത് പോയി നമ്മൾ അമ്പരപ്പിക്കുന്ന ഒരു രാജ്യം. പിന്നെ വെൽ ഡെവലപ്ഡ് ആണ്. 45 ലിസ്റ്റഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. നോ കോംപ്രമൈസ് ആണ്. അത്ര ക്വാളിറ്റിയാണ്. നമുക്ക് വിഷയത്തിലേക്ക് വന്നാൽ പിന്നെ ഈ യൂണിവേഴ്സിറ്റി നിങ്ങൾ സ്റ്റുഡന്റിന്റെ അടുത്തൊരു പറഞ്ഞു നിങ്ങൾ ഇവിടെ പഠിക്കാൻ വരേണ്ടതില്ല, അതിന്റെ ഒരു വ്യക്തത എന്തായിരുന്നു? അത് ഈ ലൈസൻസി എക്സാമിനേഷൻ ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടി അപ്രോച്ച് ചെയ്തത്. അപ്പോൾ എനിക്കതിനകത്ത് കൺസേൺ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളത് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, നമ്മളൊരു കൺസൾട്ടൻസി എന്നുള്ള രീതിയിൽ നിങ്ങൾ എനിക്ക് എഴുതി തരണം. ഈ ലൈസൻസ് എക്സാമിനേഷൻ ഉള്ളത് പ്രശ്നമല്ല, HSK ഉണ്ടത് പ്രശ്നമല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് അഡ്മിഷൻ എടുത്ത് തരാൻ കഴിയും. പക്ഷേ നമ്മുടെ ജിലിൻ യൂണിവേഴ്സിറ്റി, അവിടുത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റി, ജിലിൻ പ്രൊവിൻസിലാണ് ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അവിടെ അഡ്മിഷൻ എടുത്തപ്പോൾ യൂണിവേഴ്സിറ്റി പിന്നെ കുട്ടിക്ക് ഒരു മെയിലിൽ ഡീറ്റെയിൽ അയച്ചു. സത്യത്തിൽ ഈ അവിടുത്തെ ലൈസൻസ് എക്സാമിനേഷൻ ചൈനീസ് ലാംഗ്വേജിലാവുന്നു എന്നുള്ളതാണ്. പക്ഷെ ടഫാണ്. അത് യൂണിവേഴ്സിറ്റി പറഞ്ഞു ടഫാണ്, നിങ്ങൾക്ക് പ്രയാസമാണ്. എന്റെ ആ പൈസ റീഫണ്ട് ചെയ്ത് കൊടുത്തു എന്നോട് മെൻഷൻ ചെയ്തു. ട്യൂഷൻ ഫീസ് രാജ്യത്തേക്ക് കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റിക്ക് അറിയാം ഒരു ഇന്ത്യൻ സ്റ്റുഡന്റിനെ ഒരു 6 വർഷം കൊണ്ട് ഈ മെഡിക്കൽ പഠനത്തിന് കൂടെ ഭാഷാ പഠനവും പിന്നെ ഈ ടെർമിനോളജി എല്ലാം പഠിച്ച് പാസ്സാവാകുന്നത് കുറച്ച് അതിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു കുട്ടി പഠിച്ചു വരണം അല്ലെങ്കിൽ നല്ലൊരു പ്രൊഫഷനിലേക്ക് കുട്ടി എത്തണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റീസും ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളാണ്. ഇത് പറഞ്ഞ പോലെ തന്നെ ചൈനയിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊന്നുമില്ല. പിന്നെയും നമ്മളെപ്പോഴും പ്രൈവറ്റ് സെക്ടറിനെ എപ്പോഴും നമ്മളൊരു സംശയത്തിലും ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിലൊക്കെ കാണുമല്ലോ. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളാണ്. പ്രൈവറ്റിലും വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടെ മറ്റു രാജ്യങ്ങളുണ്ട്. എന്നാലും ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളാകുമ്പോൾ കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയും. കാരണം അവർക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് യൂണിവേഴ്സിറ്റിക്ക് അവർക്ക് അറിയാലോ. പിന്നെ അവർക്ക് ഈ ആകെ 45-50 സ്റ്റുഡൻസ് ആണ് അവരുടെ മാക്സിമം ഇൻടേക്ക്. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് കുട്ടികൾ വരണമെന്ന് ഒരു നിർബന്ധം അവർക്കില്ല. മറ്റു രാജ്യങ്ങളെ പോലും അല്ല ചൈന ലിമിറ്റഡ് ഇൻടേക്ക് ആണ്. വളരെ കുറഞ്ഞ സ്റ്റുഡൻസിൽ അവരുടെ മാർക്കും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ സബ്ജക്റ്റിൽ തിരിച്ചു വരാം. അപ്പോൾ ഉസ്ബെക്കിസ്ഥാന്റെ കാര്യങ്ങൾ ഇപ്പൊ ഏകദേശം പറഞ്ഞു. അപ്പൊ ഇന്റേൺഷിപ്പിന്റെ കാര്യം വ്യക്തത വരുത്താനില്ല. എംബസിന്റെ സൈറ്റിൽ പറഞ്ഞ ആ ഒരു സൈറ്റ് വേണമെങ്കിൽ അവസാനമായിട്ട് അതിനകത്ത് എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നു പറഞ്ഞാൽ പിന്നെ ഇന്ന മാനദണ്ഡം പാലിച്ചോ ഇന്ന മാനദണ്ഡം പാലിച്ചോ ഇല്ലല്ലോ. അല്ല, അതിൽ ആത്യന്തികമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് NMC ഗൈഡ് ലൈൻസിൽ കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങൾക്ക് എംബസിയിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഹെൽപ്ലെസ് ആണ്. കാരണം ഇത് നമുക്ക് ക്ലാരിറ്റി തരാൻ പറ്റുന്ന നിലവിലെ ലഭ്യമായ സോഴ്സ് എന്ന് പറഞ്ഞാൽ എംബസിയാണ്. എംബസികളുടെ ആധികാരികതയൊക്കെ സംശയിച്ചാലേ അത് ഇതാണ്. കാരണം നമുക്കാണ് നമ്മുടെ കയ്യിൽ റൈറ്റ്സ് ഉണ്ടല്ലോ, പോവാതിരിക്കുക ഒക്കെ നമ്മുടെ റൈറ്റ്സ് ആണല്ലോ. നമ്മളതിൽ പ്രോപ്പർ ആയിട്ടുള്ള രേഖകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഈ ഇവിടെ കുറെ വിവാദങ്ങളൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ നമ്മുടെ കോമൺ ഫ്രണ്ടാണ് അത് അവിടെ ഈ പറഞ്ഞ പോലെ പോവുകയും അവിടുന്ന് ലഭ്യമായ എല്ലാ കാര്യങ്ങളും. കാരണം ആൾക്കും ഒരു തെറ്റായതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനുവേണ്ടി വാദിച്ച് ശരിയാക്കി നിൽക്കുക എന്നുള്ള ഒരു കൺസേൺ ഇല്ല. എൻ്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇൻ കേസ് ഇത് അബദ്ധമാണെങ്കിൽ ഞാൻ പാരൻസിൻ്റെ അടുത്ത് ഓരോ വീടുകളിൽ പോയിട്ട് എടുത്ത് അഡ്മിഷൻ തിരുത്തുന്ന ഒരു വാക്കാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഈ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർ പിടിച്ചു പറിക്കാനും അങ്ങനെ പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ എല്ലാ മനുഷ്യരിലും നല്ലവരും ചീത്തലുള്ളത് ഈ സമൂഹത്തിന്റെ എന്താ പറയാ പരിച്ഛേദനാണ്. എല്ലാവരും പുരോഹിതരിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും നല്ല മനുഷ്യന്മാരാണല്ലോ, അവരിൽ പോലും നമുക്ക് കാണാൻ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഏറ്റവും നല്ലത് കുട്ടികൾക്ക് വരട്ടെ എന്ന് നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അല്ല, ഇത്രയും വർഷങ്ങളായിട്ട് നമ്മുടെ ഫോൺ നമ്പർ മാറ്റാതെ കമ്പനിയുടെ പേര് മാറ്റാതെ നിങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. ഒരു അബദ്ധം പറഞ്ഞാൽ ഒരു നിമിഷം പോലും പിന്നെ അതിനെ ബാധിക്കില്ല. നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ, നമ്മുടെ മുന്നിൽ ഓപ്ഷനുണ്ടല്ലോ. നമുക്ക് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം മാത്രമുണ്ട്, ഈ തൊഴിൽ മാത്രം അറിയുള്ളൂ. അപ്പൊ നമുക്ക് കളവ് പറയാം ഉപജീവനത്തിന് വേണ്ടിയിട്ട്. നമ്മുടെ മുന്നിൽ ഇത്ര രാജ്യങ്ങൾ ഓപ്പണാണ്, ശരിയല്ലേ? പിന്നെ നമ്മളത് ഇപ്പൊ തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ന്യായീകരിക്കാനോ തെറ്റിനെ ശരിയാക്കി എടുക്കാനോ അങ്ങനെ ഒരു ഉദ്ദേശം നമുക്ക്. നമ്മളിപ്പോ സംസാരിച്ചാൽ എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളായിട്ട് പേഴ്സണലി സംസാരിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ നമ്പർ ഇതിന്റെ താഴെ കൊടുക്കാൻ റെഡിയാണ്. അവർക്ക് പല കുട്ടികളും ലോൺ എടുത്ത് പഠിക്കുന്നവരൊക്കെ അപ്പൊ ഇതിൽ പല ആളുകളും ഇത് ശരിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ വലിയൊരു ആശങ്കയുണ്ട് ഇതിനകത്ത്.
ഞാൻ അതിൽ മനസ്സിലാക്കിയെടുത്തോളം മാനസികമായിട്ട് കുട്ടികൾ നല്ല സമ്മർദ്ദത്തിലാണ്. എനിക്ക് എന്റെ ജൂനിയേഴ്സ് ഒരുപാട് കുട്ടികൾ താഷ്കന്റിൽ പഠിക്കുന്നുണ്ട്, ബുഹാറിൽ പഠിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ഒരു നോട്ടിഫിക്കേഷനും അവർക്ക് ഡോക്യുമെന്റ് അയച്ചു കൊടുത്തു. അത് ഞാൻ ഇന്നലെ അയച്ചു കൊടുത്തു. ആ ഗ്രൂപ്പിൽ നമ്മുടെ കോമൺ ഗ്രൂപ്പ് ഉണ്ടാവില്ല, ആ ഗ്രൂപ്പിലേക്ക് അത് അയച്ചു കൊടുത്തിരുന്നു. അത് കൂടാണ്ട് ഈ കുട്ടികളുടെ ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ല പേരൻസിന്റെ ആണെങ്കിൽ ലോണൊക്കെ. അതായത് ഈ പഠിക്കാൻ പോകുന്ന സമയത്ത് എല്ലാ ആൾക്കാരും പൈസക്കാരല്ല. ഉസ്ബെക്കിസ്ഥാൻ ചൂസ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ്, ആ ഒരു ആവറേജ് ബിലോ ആവറേജ് ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. ഒരു നാട്ടിൽ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുമെന്ന് ചോദിച്ചിട്ട് വീട്ടുകാരെ വീടും സ്ഥലവും വിറ്റിട്ടേക്കും, അല്ലെങ്കിൽ വണ്ടി വിറ്റിട്ടേക്കും, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേക്കും കുട്ടികളെ പഠിക്കാൻ അയക്കുന്നുണ്ടാവുക. അപ്പൊ ഇത്തരത്തിൽ പോകുന്ന കുട്ടികളെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യരുത് എന്നുള്ളൊരു അപേക്ഷ മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ ഇത് പറയുന്ന കാര്യങ്ങള്, അതായത് ഇപ്പൊ നമ്മൾ ഒരു വിഷയത്തിനെ പറ്റി ആധികാരികമായി സംസാരിക്കുന്നില്ല, അത് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ബോംബ് പൊട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ചെയ്യരുത്. ഇന്ന് പ്രശ്നങ്ങളുണ്ട്, ഇതെങ്ങനെ ഒന്ന് പരിഹരിക്കാം, ആ രീതിയിൽ മാത്രം ചൂണ്ടി പറയാൻ പാടില്ല. ഈ ഇൻഡസ്ട്രിക്ക് ഒരു പ്രശ്നമുണ്ട്. ഇൻഡസ്ട്രി പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു രാജ്യം നല്ലതാണെന്ന് പറഞ്ഞിട്ടല്ല മാർക്കറ്റ് ചെയ്യാം. മറ്റവൻ ചെയ്യുന്നത് മോശമാണെന്ന് അത് പാരന്റ്സിനൊക്കെ അറിയുന്നുണ്ടാവും. ഇപ്പോൾ ഏതെങ്കിലും രാജ്യം ചെയ്യാൻ പോകുന്ന പറയുമ്പോൾ അതിന് മോശം പറയും. നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും നമ്മൾ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഞാൻ വഴിയല്ലെങ്കിൽ അതിനെ മോശം പറയും. അപ്പൊ ഇത് നിങ്ങൾ പുറത്താളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ മെയിൻ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ഈ മേഖലയിലുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മള് ചില കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയേണ്ട സ്ഥലത്ത് ഓപ്പൺ ആയിട്ട് പറയണം. ഇപ്പൊ ഇന്ന രാജ്യത്ത് ഇന്ന് പോരായ്മയുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു X&Y രാജ്യം, അവിടെ ചെലവ് കൂടുതലാണ്. ആ പേരന്റ് ആ കുട്ടീനെ അവിടെ പറഞ്ഞാൽ പഠിപ്പിച്ച് തീർക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത്രയും പൈസ ഉണ്ടാക്കാൻ ഈ പേരന്റ് കഷ്ടപ്പെടും. അങ്ങനെ തോന്നാണ് നമുക്ക് ഒബിയസ്ലി ആ പേരന്റിനോട് പറയണം. ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഞാൻ റഷ്യ ചെയ്യുന്നതാണ്. റഷ്യയിൽ തന്നെ പല യൂണിവേഴ്സിറ്റികളിലും പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, മറ്റുള്ള അതിനർത്ഥം റഷ്യ മൊത്തത്തിൽ മോശം ഞാൻ ചെയ്യുന്നത് മാത്രം ശരിയെന്നല്ല, എല്ലാ സ്ഥലത്തും നല്ലതും ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ അത് വിവേചിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നല്ലതും ശരിയും അത് സെലക്ട് ചെയ്യുന്ന ചോയ്സും കാര്യങ്ങളൊക്കെ പാരന്റ്സിനാണ്, സ്റ്റുഡന്റിനാണ്. അപ്പൊ അവിടെ ഇന്ന കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട്. അതല്ലാതെ നമ്മൾ ഏതെങ്കിലും രാജ്യത്തെ ടാർഗറ്റ് ചെയ്തിട്ടോ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ടാർഗറ്റ് ചെയ്തിട്ടോ അതങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കോൺസ് പറഞ്ഞു കൊടുക്കാനുള്ളത്. അവിടെ പഠിച്ചാലുള്ള പ്ലസ് എന്താണ്, അവിടെ X&Y പ്രശ്നം ഉണ്ടെങ്കിൽ X&Y രാജ്യത്ത് പ്രശ്നം ഉണ്ടെന്ന് സാർ പറയും. ഓക്കെ, അതങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. സത്യസന്ധമായ കാര്യങ്ങൾ നമ്മൾ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മൾ ഇൻഡസ്ട്രിയിൽ ഒരുപാട് കാലമായി നിൽക്കുന്നത്, ഇനി നാളെ നിൽക്കേണ്ടത് നമ്മൾ കുട്ടികളുടെ നമ്മുടെ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെ തന്നെ. അതായത് ശരിയും തെറ്റും നമ്മൾ നോക്കി അതിൽ ശരി നമ്മൾ ശരിയാണെന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, നമ്മുടെ ഭാഗത്തുള്ള ഒരു തെറ്റെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ പേഴ്സണലി വിളിക്കാവുന്നതാണ്, സംസാരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വാദത്തിൽ സംസാരിക്കുന്ന ഡിബേറ്റിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പ്രേക്ഷകർക്ക് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളാണ് നമ്മുടെ നമ്മൾ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മളെ തെറ്റുകൾ ഇവർ പറഞ്ഞ് മനസ്സിലായി തരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം. അടുത്ത പ്രോഗ്രാമിൽ അടുത്ത എപ്പിസോഡിൽ പുതിയ രാജ്യത്തിന്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ ഉസ്ബെക്കിസ്ഥാൻ ഇപ്പൊ ഉള്ള രേഖകൾക്കനുസരിച്ച് സേഫ് ആയിട്ട് കുട്ടികൾക്ക് പോവാൻ പറ്റുന്ന ഒരു രാജ്യമാണ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞങ്ങൾ എക്സ്പീരിയൻസ് വെച്ചിട്ട് തീർച്ചയായും അതിൽ നമുക്ക് ഓരോ ലിങ്കുകൾ ഈ വീഡിയോയിലെ താഴെ നമുക്ക് മെൻഷൻ ചെയ്തു കൊടുക്കാം. ഇത് ഇന്നതിന്റെയാണ്, ഇത് ഇന്നതിന്റെയാണ്, ഇത് തന്നെയാണ്. അപ്പൊ അതൊക്കെ പ്രോപ്പർ ആയിട്ട് നോക്കിയിട്ട് എന്തൊക്കെ മനസ്സിലാവുന്നോ ആ മനസ്സിലാവുന്നതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ അവർക്ക് എടുക്കാം. ഇൻ കേസ് ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പേഴ്സണലി വന്ന് കാണാം. നമ്മൾ ഓഫീസിന്റെ അഡ്രസ്സ് ഉണ്ട്. വളരെ സുതാര്യമായിട്ട് അപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ നമ്മൾ ഈ ചർച്ചയുടെ ആകത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എംബസിയെയും നമ്മുടെ രാജ്യത്തെയും വിശ്വസിക്കുന്നവർക്ക്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ വിശ്വസിക്കുന്നവർക്ക്, ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ വിശ്വസിക്കുന്നവർക്ക് വളരെ നല്ല രീതിയിൽ പഠിച്ച് NMCയുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് ഇവിടെ നല്ല ഡോക്ടറാവാനൊക്കെ കഴിയുന്ന ഒരു രാജ്യമായിട്ട് നമുക്കിത് മനസ്സിലാക്കാം. നമുക്ക് അങ്ങനെ കൺക്ലൂഡ് ചെയ്യാം അല്ലേ? അങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.